Hi, welcome to my chemistry channel. Today we are going to start a very interesting topic. എല്ലാവർക്കും ഇന്നും കൺഫ്യൂഷൻ ഉള്ളൊരു കുഞ്ഞ് ഏരിയ ആണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഇന്ന് ഈ ക്ലാസ്സോടെ നമ്മൾ കംപ്ലീറ്റ്ലി കളയാൻ പോവുകയാണ്. സോ അവർ ടോപ്പിക് ഇസ് ഷെൽസ്. കെമിസ്ട്രിയിലെ ഷെൽസ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് ഷെൽസ്? വാട്ട് ഇസ് എ ഷെൽ? നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് വാട്ട് ഇസ് എ ഷെൽ, ഏതൊക്കെ ഷെൽസ് ഉണ്ട്. നമ്മൾ 11-12 ടോപ്പിക്കിലേക്ക് ആദ്യം പോകുന്നില്ല. ആദ്യം 8th 9th 10th ലെവലിലുള്ള കൺസെപ്റ്റിലേക്ക് പോകാം, എന്നിട്ട് നമ്മൾ വലിയ ക്ലാസ്സിലേക്ക് പോയാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ ആദ്യം ബേസിക്സ് കഴിയട്ടെ. അപ്പോൾ വാട്ട് ഇസ് എ ഷെൽ, വിച്ച് ആർ ദ ഷെൽസ്, ഏതൊക്കെ ഷെൽസ് ഉണ്ട്, ഹൗ മെനി ഇലക്ട്രോൺസ് ഈച്ച് ഷെൽ ക്യാൻ അക്കോമഡേറ്റ്, പിന്നെ എന്താ നമ്മൾ പറയുന്നത് വാട്ട് ഈസ് എ വാലൻസ് ഇലക്ട്രോൺ, വാട്ട് ഈസ് വാലൻസി, ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഐ തിങ്ക് യു ഓൾ ഹാവ് വ്യൂഡ് ദ ബേസിക്സ് ഓഫ് കെമിസ്ട്രിയിൽ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ പോലത്തെ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെയിം ഇവിടെയും നമുക്ക് ആവശ്യമുള്ള കുഞ്ഞു കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആറ്റത്തിനെ കുറിച്ചിട്ട് അല്ലേ. ബേസിക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാവും വാട്ട് ഇസ് എൻ ആറ്റം. അപ്പം ആറ്റത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആറ്റത്തിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? പ്രോട്ടോൺസ് ആർ ദേർ, ദെൻ ന്യൂട്രോൺസ് ആർ ദേർ, പിന്നെ എന്താ ഉള്ളത്? ഇലക്ട്രോൺസ് ആർ ഓൾസോ ദേർ ഇൻ ആൻ ആറ്റം. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ബേസിക്സ് ഓഫ് കെമിസ്ട്രിയിൽ പറഞ്ഞതാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്താൽ പിന്നെ നമ്മുടെ ടൈം ഇങ്ങനെ പോകും. സോ ആറ്റം കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇനി ആറ്റത്തിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് എവിടെയാ ഉള്ളത്? Electrons are revolving round the nucleus. Electrons are revolving round the nucleus. അപ്പം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണം. ഇനി എന്ത് പറയണം? The path through which the electrons are revolving round the nucleus is known as an orbit. അപ്പം എന്താണ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പാത്ത് ത്രൂ വിച്ച് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് റൗണ്ട് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് വല്ല വഴി കൂടെ ഒന്നുമല്ല പോകുന്നത്. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് പാത്ത്. അതിന് ഒരു കൃത്യമായ ഡെഫിനിറ്റ് ആയൊരു പാത്ത് ഉണ്ട്. ആ പാത്തിലൂടെയാണ് ഈ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് റൗണ്ട് ദ ന്യൂക്ലിയസ് ആൻഡ് ദാറ്റ് പാത്ത് ഇസ് നോൺ ആസ് ദി ഓർബിറ്റ്. ആ പാത്തിനെ നമ്മൾ എന്ത് പറയും? ഓർബിറ്റ് എന്ന് പറയും. ഇത്ര ഓർബിറ്റിനെ തന്നെ ഒരു പേരൂടെ പറയും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഷെൽ. അപ്പം നമ്മൾ പറയാൻ വന്ന ടോപ്പിക് ഇവിടെ എത്തിയല്ലോ. എന്താണ് ഷെൽ? സോ ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് പാത്ത് ആൻഡ് ദ ഡെഫിനിറ്റ് പാത്ത് ഇസ് നോൺ ആസ് ഓർബിറ്റ് ഓർ ഷെൽ. കാര്യം മനസ്സിലായല്ലോ? ഈ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഇപ്പം ഞാൻ പഠിക്കുമ്പോഴാണ് നമുക്കും കൺഫ്യൂഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാവും. ഈ സർക്കിളിലാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഒരു സർക്കിൾ എന്നുള്ള കൺസെപ്റ്റ് അല്ല. നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ സർക്കിൾ വരയ്ക്കുകയാണ്. ഇറ്റ്സ് എൻ ഏരിയ, ഒരു ഏരിയ അറൗണ്ട് ദ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ അതൊരു ഡെഫിനിറ്റ് ഏരിയ. അതിലൂടെ മാത്രമേ ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ആ ഒരു ഡെഫിനിറ്റ് ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ വിചാരിക്കും ഒരു ഓർബിറ്റ് ഒരു ഷെല്ലാണുള്ള. അല്ല, there are many number of orbits or shell. ഓർബിറ്റ്സോ അല്ലെങ്കിൽ ഷെല്ലും അറൗണ്ട് ദ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇപ്പം ചില ആറ്റത്തിന് 1-2, ചില ആറ്റത്തിന് മോർ ദാൻ 2 or 3 ഓർബിറ്റ്സ് ഉണ്ടാവും. കാരണം ഡിപ്പെൻസ് അപ്പോൺ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അവരെ കയ്യിലുള്ള ഇലക്ട്രോൺസിൻ്റെ നമ്പറിനനുസരിച്ചിട്ട് ദേ ഹാവ് മെനി ഓർബിറ്റ്സ് അല്ലെങ്കിൽ മെനി ഷെൽസ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പം ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ റിവോൾവ് ചെയ്യുന്ന പാത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന്. And there are different orbits around a nucleus. ആ ഓർബിറ്റ്സിന്, ആ ഷെല്ലിന് നമ്മൾ either we can give the number like 1, 2, 3
അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? കെ എൽ എം, ഒരാളൂടെ ഉണ്ടെങ്കിൽ എൻ. അങ്ങനെ ഷെൽസിന് എന്തു കൊടുക്കുന്നുണ്ട്? അവർക്ക് നമ്മൾ നമ്പർ അല്ലെങ്കിൽ അവർക്കൊരു നൊട്ടേഷൻ, അതായത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക കെ എൽ എം എൻ ഒ പി, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് ഷെൽ. 1 2 3 4. ഈ ഷെൽസിന് തന്നെ നമുക്ക് പറയാം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എനർജി ലെവൽ. ഇതൊരു എനർജി ലെവലാണ്, അല്ലാതെ അതൊരു എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സർക്കിളായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഇറ്റ്സ് എൻ എനർജി ലെവലാണ്. അപ്പോൾ ഓരോ ഇലക്ട്രോൺസിനും അതിന് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജി ലെവലിൽ കൂടിയാണ് അത് മൂവ് ചെയ്യുന്നത്. സോ ദീസ് ഷെൽസ് ഓർ ഓർബിറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് എനർജി ലെവൽ ഓഫ്. എനർജി ലെവൽ എന്ന് നമുക്ക് ഇവരെ പറയാം. എന്ത് പറയാം? ദേ ആർ ഓൾസോ നോൺ ആസ് എൻ എനർജി ലെവൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാ? ആറ്റത്തിൽ നമുക്കറിയാം പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ സീൻ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. Electrons are revolving around the nucleus in a definite path, and that path is known as orbit or shell or energy level. Depends upon, അതായത് നമുക്ക് കുറേ എനർജി ലെവൽസ് ഉണ്ട്. അതിന് we can represent it by 1 2 3 4 5, or it can be represented as K L M N. The shell which is close to the nucleus is called as the K. അല്ലാതെ നമ്മൾ ഇഷ്ടപോലെ പുറത്തുള്ള ആളെ പറയരുത്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ന്യൂക്ലിയസിനോട് തൊട്ടടുത്തുള്ള ലിസ്റ്റ് കെ ഷെൽ, ദെൻ കംസ് ദി എൽ ഷെൽ, ദെൻ കംസ് ദി എം ഷെൽ, ദെൻ കംസ് ദി എൻ ഷെൽ. കാര്യം മനസ്സിലായല്ലോ? ഷെൽസ് ഉണ്ട് അല്ലേ? എന്തിനാ ഈ ഷെൽസ് എന്ന് പറഞ്ഞത്? ഇലക്ട്രോൺസ് ആണ് റിവോൾവിംഗ്. അപ്പം നമ്മൾ വിചാരിക്കുക നമ്മളെ കയ്യിൽ ഒരു 10 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ കയ്യിൽ ആറ്റത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ഈ 10 ഇലക്ട്രോൺസ് ഒറ്റയടിക്ക് കെ ഷെല്ലിൽ കൂടെ റിവോൾവ് ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ 10 ഇലക്ട്രോൺ ഉണ്ട്, അത് എല്ലാം കൂടെ എൽ ഷെല്ലിലൂടെ? അങ്ങനെയല്ല. ദർ ഇസ് എ റൂൾ അല്ല. അങ്ങനെയാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിച്ച 2 ആൾക്കാരുണ്ട്, ബോർ ആൻഡ് ബൊറി. അവർ 2 പേരാണ് ഹൗ ആൻ ഇലക്ട്രോൺ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ആൻ ആറ്റം. ഇലക്ട്രോൺസ് എങ്ങനെയാണ് ആറ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തന്ന അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന ആൾക്കാരാണ് ഈ ബോർ ആൻഡ് ബൊറി. സോ ദേ ഗിവ്സ് ഹൗ ആൻ ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ആറ്റം. ഇതിനെ തന്നെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നും പറയുന്നത്. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ദി അറേഞ്ച്മെന്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ഡിഫറെൻറ്റ് ഷെൽസ്. എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസ് ഡിഫറെൻറ്റ് ഷെൽസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം നമ്മളിനി അറിയണം എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോൺസിനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. സോ ഓരോ കുഞ്ഞു കുഞ്ഞു റൂൾസാണ്. അത് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം കറക്റ്റ് ആവുള്ളൂ. സോ ദ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് the maximum number of electrons that each shell can accommodate is given by a formula that is 2n square. എന്താണ് മനസ്സിലായോ? ഇത് മനസ്സിലായില്ലല്ലോ. അതായത് ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യണം, അതായത് കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം. അതായത് ഈ ഷെല്ല് കെ ആണ്, എന്നാൽ പിന്നെ ഇതിന് ഞാൻ കൊടുക്കട്ടെ ഒരു 5 ഇലക്ട്രോൺ, ഇതിന് കൊടുക്കട്ടെ ഒരു 6 ഇലക്ട്രോൺ. അങ്ങനെ നമുക്ക് തോന്നിയ പോലെ കൊടുക്കാൻ പറ്റില്ല. ഈച്ച് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഓരോ ഷെല്ലിനും ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഇലക്ട്രോണിനെ മാത്രമേ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ അവർക്ക് കൊള്ളുകയുള്ളൂ. അതിലുള്ള ഇലക്ട്രോൺസിനെ മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റൂ. ആ നമ്പർ ആര് തരും? ആ നമ്പർ കിട്ടണമെങ്കിൽ ഈ ഒരു ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ that each shell can accommodate is given by a formula that is 2n square. അപ്പോൾ ഈ n എന്താ? n is the notation. അതായത് ഏത് ഷെല്ലാണ് നമ്മൾ പറഞ്ഞു? ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ളത് ഫസ്റ്റ് ഷെൽ, ഇത് സെക്കൻഡ് ഷെൽ, ഇത് തേർഡ് ഷെൽ, ഇത് ഫോർത്ത് ഷെൽ, ഓർ ഇറ്റ് ഇസ് ഓൾസോ KLMN. അപ്പോൾ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കെയിൻ്റെ നമ്പർ എത്രയാ? 1. സോ 2 into 1 square is equal to 1 square 1, 2 into 1 is equal to 2. So K can accommodate only 2 electrons. K is the maximum number of electron that it can accommodate is only 2. Clear?
L. L എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഫസ്റ്റ് ഷെൽ, ദിസ് ഇസ് ദി സെക്കൻഡ് ഷെൽ. L ആണ് സെക്കൻഡ് ഷെൽ. അപ്പൊ 2 into സെക്കൻഡ് ഷെൽ ആകുമ്പോൾ n എന്തായിരിക്കണം? 2 സ്ക്വയർ. 2 സ്ക്വയർ എത്രയാ? 2 into 4 that is equal to 8. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? സെക്കൻഡ് ഷെല്ല് ഹൗ മെനി ഇലക്ട്രോൺ ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ്? ഓൺലി 8 ഇലക്ട്രോൺസ്. 8ൽ കൂടുതൽ ഒരാൾ പോലും അവിടെ നിൽക്കില്ല. തേർഡ് ഷെൽ ദാറ്റ് ഇസ് എം ഷെൽ. തേർഡ് എന്ന് പറയുമ്പോൾ 3 ആണ് അല്ലേ? 3 സ്ക്വയർ ദാറ്റ് ഇസ് 3 3s are 9. 2 into 9 it is equal to 18. So third shell എത്ര ഇലക്ട്രോൺസേ പറ്റുള്ളൂ? maximum of 18. And the fourth shell is n, that is 2 into 4 square. 4 square is 16. 16 into 2 is equal to 32. So the maximum number of electron that each shell can accommodate is given by a formula that is 2n square, and the K shell can accommodate a maximum of 2 electron. L shell can accommodate a maximum of 8 electrons. M shell can accommodate a maximum of 18 electron. N shell can accommodate a maximum of 32 electron. Clear ആയ? അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓരോ പോയിന്റും ക്ലിയർ ആക്കി പോയാലേ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും വാലൻസ് ഇലക്ട്രോണിക്കെ പറ്റി തറവായിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ സെക്കൻഡ് പോയിന്റിലേക്ക് പോയിക്കോട്ടെ. എന്താണ് സെക്കൻഡ് പോയിന്റ്? ദ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് the electron, when we are filling the electrons in an orbit or a shell, first fill the inner shell, then only we have to go with the outer shell. അതായത് എനിക്കിപ്പോൾ ഒരു 8 ഇലക്ട്രോൺസ് ഉണ്ട് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിക്കാം സെക്കൻഡിൽ 8 ഇലക്ട്രോൺസ് അല്ലേ ഫില്ല് ചെയ്യേണ്ടത്, സോ ഐ വിൽ ജസ്റ്റ് പുട്ട് ഓൾ ദ 8 ഇലക്ട്രോൺസ് ഇൻ ദ സെക്കൻഡ് ഷെൽ. അല്ല, we have to fill first the inner shell. അതായത് 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഫസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം അക്കോമഡേറ്റ് ചെയ്യുക അത് നോക്കുക. അപ്പം 2 ആണ് ഫസ്റ്റ് ഷെല്ല് അല്ലേ? അപ്പം 2 എണ്ണത്തിനെ അക്കോമഡേറ്റ് ചെയ്യുക. പിന്നെ ബാക്കി എത്ര എണ്ണം? 6ൽ നമ്മൾ 2 പോയി കഴിഞ്ഞപ്പോൾ ബാക്കി എത്രയുണ്ട്? 6. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള 6നെയാണ് നമ്മൾ സെക്കൻഡ് ഷെല്ലിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫില്ല് ചെയ്യേണ്ടത്. സോ ദ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ടേക്ക്. സോ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അക്കോർഡിംഗ് ടു ദെയർ എനർജി ലെവൽ. ഫസ്റ്റ് ദ ഇന്നർ ഷെൽ, ദെൻ കംസ് ദി ഔട്ടർ ഷെൽ. ആദ്യം എപ്പോഴും ഇന്നർ ഷെല്ലിൽ ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഔട്ടർ ഷെല്ലിലേക്ക് വരാൻ, ഔട്ടർ എന്ന് പറഞ്ഞാൽ പിന്നെയും പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. നമ്മളിപ്പോൾ ഒരു ആറ്റത്തിന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇന്നർമോസ്റ്റ് ഷെൽ. അപ്പം ചില കേസിൽ 2 ഷെല്ലേ ഉണ്ടാവുള്ളൂ. ചില ആറ്റത്തിന് 2 ഷെല്ലിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്ര ഇലക്ട്രോൺസേ ചില ആറ്റത്തിന്, ഓൾമോസ്റ്റ് കുറേ ആറ്റത്തിന് നമ്മളിപ്പോൾ കുറേ എക്സാമ്പിൾസ് ചെയ്യും. അപ്പം ചില ആറ്റത്തിൻ്റെ കേസിൽ അവിടെ 2 ഷെല്ലിൻ്റെ ആവശ്യം അല്ലെങ്കിൽ 1 ഷെല്ലിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇതാണ് നമ്മുടെ ന്യൂക്ലിയേഴ്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെൽ. ഇവിടെ ഇപ്പോൾ 2 ഇലക്ട്രോൺസേ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഔട്ടർ ഷെൽ. അതിൻ്റെ വാലൻസ് ഷെൽ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർ ഷെൽ. വാലൻസ് ഷെൽ, ഔട്ടർ ഷെൽ എന്നൊക്കെ പറയുന്നത് ഒരേ ഒരാളാണ്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എൻ ആറ്റം. ഇതാണ് ഔട്ടർ മോസ്റ്റ്. ഇപ്പോൾ 2 ഷെൽ ഉണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ, അല്ലെങ്കിൽ ഇതിനെന്ത് പറയും നമ്മൾ? വാലൻസ് ഷെൽ. അതായത് ഏറ്റവും ലാസ്റ്റിലുള്ള ഷെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ലാസ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്ത ആ ഒരു ഷെല്ലിനെ നമ്മൾ വാലൻസ് ഷെൽ എന്നും പറയും, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു വന്നേ. ഇതിപ്പോൾ എൽ ഷെല്ലാണ്, കെ ഷെല്ലും എൽ ഷെല്ലും. ഇനി ഒരു ആറ്റം ഉണ്ട്, അതിന് എം ഷെല്ലൂടെ വേണമെന്ന് വിചാരിക്കുക. കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്. നമുക്കറിയാം എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് 18 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യായിരുന്നു അല്ലേ? 18 ഇലക്ട്രോൺസ്. അപ്പം ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഷെല്ലെന്ന് വിചാരിക്കുക. കുറച്ചൊരു കൺഫ്യൂഷൻ ഒന്നുമില്ല, സിമ്പിളാണ്, ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ 18 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം. ബട്ട് ദോ ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് 18 ഇലക്ട്രോൺ,
ഇഫ് ഇറ്റ് ഇസ് ദ ഔട്ടർമോസ്റ്റ് ഷെൽ, ഇതാണ് ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ എങ്കിൽ the outermost shell should accommodate only 8 electrons. അതായത് അതിൻ്റെ കയ്യിൽ 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കരുത് 10ഉം ഈ ഔട്ടർമോസ്റ്റിൽ ഫില്ല് ചെയ്യാം. അതൊരു റൂളാണ്. അതിന് നമ്മൾ പറയുന്ന റൂളാണ് ഒക്റ്ററ്റ് റൂൾ എന്ന് പറയും. ദാറ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് ഷെൽ can accommodate only a maximum of 8 electron. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെൻ്റെ 18 ഇലക്ട്രോൺ ഇവിടെ പറ്റുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് ഇവിടെ 18ഉം? ഇറ്റ്സ് എ റൂൾ. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഇലക്ട്രോൺസിൻ്റെ മുകളിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ഇഫ് ദി ഔട്ടർമോസ്റ്റ് ഷെൽ can accommodate any number of electron, അതിൽ എത്ര ഇലക്ട്രോൺ ആയിട്ട്, ബട്ട് ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ്, ഇഫ് ഇറ്റ് ഇസ് എൻ ഔട്ടർമോസ്റ്റ് ഷെൽ then it can accommodate only a maximum of 8 electron. ഇതിങ്ങനെ തിയറി പറയുന്നതിലും നല്ലത് നമ്മൾ എക്സാമ്പിൾ തമ്മിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. സോ അതാണ് നമ്മുടെ തേർഡ് റൂൾ, വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ. ദി ഔട്ടർമോസ്റ്റ് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺ ആൻഡ് ദാറ്റ് റൂൾ ഇസ് നോൺ ആസ് ഒക്റ്ററ്റ് റൂൾ. കാര്യം മനസ്സിലായോ? നമ്മൾക്കറിയാം എം ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് വരാം. ഇപ്പം അതിന് ചുറ്റും എൻ ഷെൽ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, എമ്മിൽ നിങ്ങൾക്ക് 18ഉം ഫില്ല് ചെയ്യാമായിരുന്നു. ബട്ട് ഇഫ് എം ഇസ് ദ ലാസ്റ്റ് ഷെൽ, ആ ഒരു ആറ്റത്തിൻ്റെ കേസിൽ എം ആണ് ലാസ്റ്റ് ഷെല്ലെങ്കിൽ അവിടെ 18 ഇലക്ട്രോൺസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എത്രയേ പറ്റുള്ളൂ? we can accommodate a maximum of 8 electron because ഒരു ആറ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. അതാണ് ഒക്റ്ററ്റ് റൂള്. പറയാൻ നമ്മൾ പറഞ്ഞ റൂള്, അതായത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് പാത്ത് ആൻഡ് ദാറ്റ് പാത്ത് ഇസ് നോൺ ആസ് ഓർബിറ്റ് ഓർ ഷെൽ ആൻഡ് there are K, L, M, N shells are there. And the maximum number of each shell can accommodate, the maximum number of electron that each shell can accommodate is given by a formula that is 2n square. And the filling of electrons take place from the inner shell to the outer shell. Inner shell fill ചെയ്തിട്ടേ നമ്മൾ outer shellലേക്ക് വരൂ. Then the outermost shell of an atom can accommodate only a maximum of 8 electron and that is called as octet rule. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞ പോയിന്റ്സ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്തൊക്കെ ഇറ്റ് വിൽ ബി സോ ഈസി ഫോർ യു. ദ ഔട്ടർമോസ്റ്റ്, പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം, ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം ഇസ് കോൾഡ് ആസ് ദി വാലൻസ് ഷെൽ or the outer shell, and the electrons present in the outermost shell is known as the valence electrons. ഇതൊക്കെ നമ്മൾ ലൈഫ്, അതായത് കെമിസ്ട്രി പഠിക്കുന്നിടത്തോളം കാലം ആവശ്യമുള്ള കുറച്ച് ടേംസ് ആണ്. valence electron, that is the electrons which are present at the valence shell. അപ്പോൾ എന്താ valence shell? The shell which is the outermost shell of an atom is called the valence shell or the outermost shell, and the electron present in the valence shell is known as the valence electrons. ഇത്രയും കാര്യം നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ the arrangement of electrons in various shell. അതായത് ഓരോ ഷെല്ലിലും എങ്ങനെ ഇലക്ട്രോൺസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എക്സാമ്പിളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. അതിൽ നമ്മൾ പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് തെറുവായിട്ട് പോയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഹീലിയത്തെയാണ്. ഹീലിയം ഓരോന്നും അറിഞ്ഞിരിക്കുക. ഹീലിയം, ദ സിംബൽ ഇസ് He. അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ആറ്റോമിക് നമ്പർ ഇസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ Z. Z 2 ആണ്. ആറ്റോമിക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഹൗ മെനി പ്രോട്ടോൺസ് ആർ ദെയർ? 2 പ്രോട്ടോൺസ് ആർ ദെയർ. നമുക്കിതിൽ ന്യൂട്രോൺസിൻ്റെ ആവശ്യമില്ല. പ്രോട്ടോൺസ് 2 ആണെങ്കിൽ ഒരു ആറ്റത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. കാരണം ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. അതിലൊരു പോസിറ്റീവ് ചാർജും കൂടുതലില്ല, നെഗറ്റീവ് ചാർജും കൂടുതലില്ല. അപ്പം എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺസും ഉണ്ടാകും. എത്രയുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്.
ഇനി നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? ആദ്യം നമ്മളൊരു ന്യൂക്ലിയസ് വരച്ചേക്കാം. ന്യൂക്ലിയസ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമുക്ക് ഇലക്ട്രോൺസ് മാത്രം നോക്കിയാൽ മതി. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊന്ന് എഴുതി വെച്ചേക്കാം. കെ ഷെല്ലിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2n² ആയിരുന്നു ഫോർമുല അല്ലേ? പഠിച്ചില്ലേ അതിപ്പം? എൽ ഷെല്ലിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇറ്റ് വാസ് 2 2 4 4 2 8. എം ഷെല്ലിൽ 18. എൻ ഷെൽ ഇറ്റ് ഇസ് 32. നമ്മൾ അങ്ങ് സൈഡിൽ എഴുതി വെച്ചേക്കുക. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദേ? 2 ഇലക്ട്രോൺ. നമ്മുടെ റൂൾ പ്രകാരം ഓരോ ആറ്റത്തിനും ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനൊരു നമ്പർ ഉണ്ട്. പിന്നെ എപ്പോഴും ഫില്ല് ചെയ്യുമ്പം ഇന്നറിന്ന് ഔട്ടറിലേക്ക് പോവണം. If it is an outermost shell, the maximum number of electron that can accommodate is 8. ഇത് 3 മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് നമുക്ക് ഈസിയാണ്, പുറത്തേക്കൊന്നും പോവാനില്ല. നമ്മൾ എന്ത് ചെയ്യും? അതിനെ 2 സർക്കിളായിട്ട് 2 പോയിന്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ ഇറ്റ് ഇസ് എ ഹീലിയം ആറ്റം. ഇറ്റ് ഇസ് ഹാവിങ് 2 ഇലക്ട്രോൺസ്. ഇത് അടുത്ത ആളെ നമ്മൾ പറയുന്നത് കാർബൺ ആണേ. കാർബണിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് Z is equal to 6. അപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ട്? ആറ്റോമിക് നമ്പർ ഇസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദാറ്റ് ആറ്റം. 6 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ. കാരണം എത്ര പ്രോട്ടോൺ, നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. സോ 6 പ്രോട്ടോൺ ആൻഡ് 6 ഇലക്ട്രോൺ. ഇനി നമ്മൾ വരച്ചേക്കുക. ആദ്യം നമ്മൾ ന്യൂക്ലിയസ് വരച്ചു. ഫസ്റ്റ് ഷെല്ല് വരയ്ക്കുകയാണേ. First shell. How many electron? First electron. First shell can accommodate 2. നമ്മളെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഉണ്ട്. അപ്പം അതിൽ നമ്മൾ 2 ആണ് ഇപ്പം വരയ്ക്കുന്നത് അല്ലേ? 2. ബാക്കി എത്ര ഉണ്ട്? ഇങ്ങനെ എഴുതണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയില്ല. How many electrons are remaining? 2. 6 എന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ we know that remaining is 4 ഇലക്ട്രോൺ കൂടെ ഉണ്ട്. അപ്പം നോക്കുക, എല്ലിൽ 8 ഇലക്ട്രോൺ വരെ അക്കോമഡേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഈസി. നമ്മൾ അടുത്ത എൽ ഷെൽ അങ്ങ് വരച്ചേക്കുക. ഇത് കെന്ന് എഴുതിക്കോളൂ. എൽ ഷെല്ലിൽ 8 ആണ്. പക്ഷെ നമ്മുടെ കയ്യിലാകെ 4 ഫില്ല് ചെയ്യാനുള്ളൂ. അപ്പം കുഴപ്പമില്ല. 1 2 3 4 കണ്ട 1 2 3 4 5 6 6 ഇലക്ട്രോൺ ആയല്ലോ, ഫില്ല് ചെയ്തല്ലോ നമ്മൾ. കഴിഞ്ഞു കാർബൺ. സിമ്പിൾ. അടുത്തത് നമ്മൾ നിയോൺ എടുക്കാം. നിയോൺ ദ ആറ്റോമിക് നമ്പർ ഇസ് 10 എന്ന് പറയുന്നത് 10 ആണ്. സോ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു 10. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഓൾസോ 10. സെൻട്രൽ ന്യൂക്ലിയസ്. ഫസ്റ്റിൽ എത്ര എണ്ണം കൊള്ളും? 2. കണ്ടോ? 1 2. ഇനി എത്രയുണ്ട്? ബാക്കി നമ്മുടെ 8 അല്ലേ? 10 2 പോയി. സോ റിമൈനിങ് ഇസ് 8 ഇലക്ട്രോൺസ്. സോ നമ്മൾ നോക്കുക 8 ഇലക്ട്രോൺ ഫുൾ ഇതിൽ പറ്റുമോ? ബിക്കോസ് ഇതിൻ്റെ റൂൾ യെസ് 8 കൊള്ളും. സോ വി ക്യാൻ ഡ്രോ ഹിയർ 8 1 2 3 4 5 6 7 8. കണ്ടോ? 8 electrons. So altogether 10 electrons are there in the neon atom. Clear അല്ലേ? അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതാണെങ്കിൽ ഒക്ടറ്റ് റൂൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം. അതെൻ്റെ കയ്യിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. Potassium, the atomic number is 19. So the proton is equal to 19. So the electron number is also 19. നല്ലോണം ശ്രദ്ധിച്ചോളൂ. So first we draw the nucleus. First എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യുക? 2. So I kept here 2 പോയി. കണ്ടല്ലോ? ഇനി അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 17 അല്ലേ? രണ്ടാളല്ലേ പോയിട്ടുള്ളൂ. 17. പക്ഷെ നമുക്ക് സെക്കൻഡ് ഷെല്ലിൽ 17 ഇലക്ട്രോൺ ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ്. അപ്പം ഞാൻ എന്ത് ചെയ്തേക്കും? 8 ഇലക്ട്രോൺസിന് ആദ്യം അക്കോമഡേറ്റ് ചെയ്തേ 1 2 3 4 5 6 7 8. അപ്പോൾ ഓൾ ടുഗെദർ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം എത്ര ഇലക്ട്രോൺസ് പോയി? 8 ഇവിടെയും 2 ഇവിടെയും. അപ്പോൾ ഇവിടെ 10 പോയില്ലേ? ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ എൻ്റെ കയ്യിലുണ്ട്? 9 ഇലക്ട്രോൺസ് ഉണ്ട്. How many electrons are remaining? 9 electrons are remaining.
അപ്പോൾ അടുത്ത ഷെല്ലൊന്നും ഞാൻ നോക്കട്ടെ, എത്ര ഷെൽ. അടുത്ത ഷെല്ല് 18 ഉണ്ട് അല്ലേ? അപ്പോൾ കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ഇനി ആകെ ഉള്ളത് 9. അപ്പോൾ 1 2 3 4 5 6 7 8. ഞാനിവിടെ 9 വരയ്ക്കട്ടെ. പക്ഷെ നമ്മുടെ തേർഡ് റൂൾ എന്താ പറഞ്ഞേ? നമ്മുടെ തേർഡ് റൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് if an atom is outermost shell can accommodate a maximum of 8 electrons. ഇവിടെ ഞാൻ എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തു? 9. ആ 9 ഫില്ല് ചെയ്യാൻ പറ്റുമോ? ദോ ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 18 ഇലക്ട്രോൺ. ഇത് ഔട്ടർമോസ്റ്റ് ഷെൽ. ഇപ്പം ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലല്ലേ? ഇത് ഔട്ടർമോസ്റ്റ് ഷെൽ ആയതുകൊണ്ട് എനിക്കിവിടെ 9 പറ്റുമോ? ഇല്ല. ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഓൺലി എ മാക്സിമം ഓഫ് എത്രയേ പറ്റുള്ളൂ? 8 ഇലക്ട്രോൺ. സോ അടുത്ത ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അടുത്ത ഷെല്ലിലേക്ക് പോകും. ഇതായിരുന്നു ഇപ്പം ഈ ഒരു എക്സാമ്പിളിൽ എല്ലാ റൂൾസും വന്നു. ഏതൊക്കെയായിരുന്നു റൂൾ? ദ ഫസ്റ്റ് റൂൾ, each shell can accommodate there is a particular number of electron that each shell can accommodate. അതായിരുന്നു ഇത്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 2 ആണ്, സെക്കൻഡ് ഷെല്ലിൽ 8 വന്നു, തേർഡ് ഷെല്ലിൽ ശരിക്കും നമുക്ക് 9 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, നമുക്ക് ഫില്ല് ചെയ്യാമായിരുന്നു. പക്ഷേ തേർഡ് റൂൾ എന്ത് പറഞ്ഞു? The outermost shell of an atom can accommodate a maximum of 8 electron. അപ്പോൾ ഇത് ഔട്ടർമോസ്റ്റ് ഷെൽ ആയതുകൊണ്ടും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ മാത്രമേ പറ്റുള്ളത് കൊണ്ട് ഒരാൾ എങ്ങോട്ടേക്ക് പോവും? അടുത്ത എനർജി ലെവലിലേക്ക് പോവും. അതായത് KLM എന്ന് എന്നിലേക്ക് പോവും. അപ്പോൾ എന്ത് കാര്യം മനസ്സിലായല്ലോ? ഇപ്പം എല്ലാ റൂൾസും വന്ന് ഒരു എക്സാമ്പിളായി. കാര്യം കിട്ടിയോ? ഇത് പഠിച്ചാലേ ഉള്ളൂ നമുക്ക് എങ്ങനെ ഒരാൾ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എന്തിനാണ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവും. 1-2 എക്സാമ്പിളൂടെ ചെയ്യാം നമുക്ക്. കാൽഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ നോക്കിയേ, 20. ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ റൂളിൽ പ്രകാരം ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യുക? 2 ഇലക്ട്രോൺസ്. 20ൽ ബാക്കി എത്ര ഉണ്ട്? 18 ഇലക്ട്രോൺസ്. അപ്പം നമ്മൾ അടുത്ത ഷെൽ അങ്ങ് വരച്ചേക്കുക, എൽ ഷെൽ. എത്ര ഇലക്ട്രോൺസ് ആണ്? സെക്കൻഡ് ഷെല്ലിൽ 8 അല്ലേ? നമ്മൾ കണ്ടല്ലോ, നമുക്ക് 8 ഇലക്ട്രോൺസിനെ വരയ്ക്കാം. അപ്പം 10 എണ്ണം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ബാക്കി 10 ഉണ്ട്. എൻ്റെ തേർഡ് ഷെല്ലിൽ അതായത് 18 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ 10 ഉണ്ട്. അപ്പം നമ്മൾ വേഗം അങ്ങ് വരയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെ തേർഡ് റൂൾ എന്തായിരുന്നു? ദ ഔട്ടർമോസ്റ്റ് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺ. ഇത് 10 ഉണ്ടെങ്കിലും ഇത് ഔട്ടർമോസ്റ്റ് ആയതുകൊണ്ട് ഇതിൽ 8 പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താക്കി? ഇവിടെ 8 വരച്ചു. ബാക്കി എൻ്റെ കയ്യിൽ 2 മോർ ഉണ്ടായിരുന്നില്ല, അതെന്തായി? നെക്സ്റ്റ് ഷെല്ലിലേക്ക് അങ്ങ് വരയ്ക്കും. മനസ്സിലായോ? ഫസ്റ്റ് ഷെല്ലിൽ 2 ഉണ്ട്, സെക്കൻഡിൽ 8 ഉണ്ട്, തേർഡിലും 8, ലാസ്റ്റിൽ എത്ര ഉണ്ട്? 2 ഇലക്ട്രോൺസും ഉണ്ട്. അത് ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഇതാണേ. അപ്പോൾ ഇതിങ്ങനെ വരച്ചെഴുതണം എന്നൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് KLM എന്നുള്ള റെപ്രസെൻറ്റേഷൻ ഇട്ടിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അതായത് കാൽഷ്യം, ഇത് എലിമെൻ്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ ആറ്റോമിക് നമ്പർ MN എന്ന റെപ്രസെൻറ്റേഷൻസ് കൊടുത്തേക്കാം. 20 ആകുമ്പം കെയിൽ നമുക്കറിയാം 2 ഇലക്ട്രോൺസ്, 8 ഇലക്ട്രോൺ, 10 കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ 10 ഉണ്ട്. എം ഷെല്ലിൽ 18 വരെ കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലാണല്ലോ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 10 അവിടെ കൊടുക്കാൻ പറ്റില്ല. 8 ഇവിടെ കൊടുത്തിട്ട് അതെന്തിലേക്ക് പോവും? എന്നിലേക്ക് റിമൈനിങ് പോവും. നമ്മൾ ഓക്സിജൻ എടുക്കാം. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8. കെയിൽ എത്ര വന്നു? 2. എല്ലിൽ 8 ഉണ്ട്. 8 എണ്ണം അക്കോമഡേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഞാൻ 6 ഉള്ളൂ. സോ ഈസിലി ഇറ്റ് ക്യാൻ ഗോ ദർ. അടുത്തത് ഞാൻ എഴുതുന്നത് നമ്മൾ ആദ്യം ചെയ്ത പൊട്ടാസ്യം. പൊട്ടാസ്യം ഇറ്റ് ഇസ് 19 2 8. 10 വന്നു. ബാക്കി എൻ്റെ കയ്യിൽ 9 ഉണ്ട്. ഓടിക്കാറി എനിക്കിവിടെ 9 എഴുതാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഔട്ടർമോസ്റ്റ് ഷെല്ലാണ്, ഇതിൻ്റെ ലാസ്റ്റ് ഷെല്ലാണല്ലോ അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? 9 എഴുതാൻ പറ്റില്ല. അതിന് പകരം ഞാൻ ഇവിടെ 8 എഴുതി. ബാക്കി എവിടെ പോയി? ക്ലോറിൻ ഉണ്ട്. ഇറ്റ് 17 ആണ്. അപ്പോൾ 2 8 10 ആയി. ബാക്കി എൻ്റെ കയ്യിൽ 7 ഉള്ളൂ. ഈസി അല്ലേ? ഇവിടെ തന്നെ ഒരു 7 ഇടാനേ ഉള്ളൂ. ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യം സിമ്പിളാണല്ലോ അല്ലേ? കാര്യം മനസ്സിലായി. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞത് സിമ്പിളാണ്. ഇനി അടുത്തത് പറയാനുള്ളത് വാലൻസിയ. പക്ഷെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അത് പറയുമ്പോൾ പറഞ്ഞു.
എന്താണ് വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ എന്താണ് വാലൻസ് ഷെൽ? The outermost shell of an atom is called as the valence shell. അത് നമ്മൾ പറഞ്ഞല്ലോ, valence shell എന്ന് പറയുന്നത് the outermost shell of an atom. അപ്പോൾ valence electrons എന്താ? The electrons which are present at the outermost shell is known as valence electron. The electron present in the outermost shell അല്ലെങ്കിൽ valence shellലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ valence electrons എന്നും പറയും. അപ്പോൾ ഇനി എന്താ വാലൻസി എന്ന് അല്ലേ? അപ്പം അതിൻ്റെ മുന്നൊരു കാര്യം കൂടെ, കുറച്ച് കാര്യം കൂടെ നമുക്ക് അതിലേക്ക് പോവാം. അതായത് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഔട്ടർ മോസ്റ്റ് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് ഇസ് എ. അതായത് ഏതൊരു ഇലക്ട്രോണിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെൽ, അതായത് വാലൻസ് ഷെൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 8 ആണ്. ചില എലിമെൻറ്റ്സ്, അതായത് സം എലിമെൻറ്റ്സ് ദ വാലൻസ് ഷെൽ ഹാവ് 8 ഇലക്ട്രോൺ. അങ്ങനെ 8 ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിന് ഡസ് നോട്ട് ഷോ എനി ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ള ആറ്റം കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കാറില്ല. ദാറ്റ് ഈസ് ദേ ഷോ ലെസ് ടെൻഡൻസി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഓർ ദേ ആർ കമ്പൈനിങ് കപ്പാസിറ്റി. ടേം ശ്രദ്ധിച്ചോളൂ, ദേ ആർ കമ്പൈനിങ്, അതായത് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർ കമ്പൈൻ ചെയ്യല്ലേ. Their combining capacity is 0 for those elements whose outermost shell is having 8 electrons. അതായത് നമ്മൾ പറഞ്ഞു ഔട്ടർമോസ്റ്റ്ലി 8 ഇലക്ട്രോൺസ് ഉള്ളതിനെ നമ്മൾ പറയും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം ഒക്ടറ്റ് റൂൾ ഫോളോ ചെയ്യുന്ന എലിമെൻസിന് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഇഫ് എൻ ആറ്റം ഇസ് ഹാവിങ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഡസ് നോട്ട് ഷോ എ ടെൻഡൻസി ടു അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ ഓർ ദേ ഹാവ് എ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് 0. ആൻഡ് ഈ കമ്പൈനിങ് കപ്പാസിറ്റീനെ പറയുന്ന പേരാണ് വാലൻസി, അല്ലെങ്കിൽ ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ ആറ്റം ഈസ് നോൺ ആസ് വാലൻസി. അപ്പം എന്താണ് വാലൻസി? ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ ആറ്റം ഇസ് കോൾഡ് ആസ് വാലൻസി. സിമ്പിൾ അല്ലേ? ഒരു ആറ്റത്തിൻ്റെ കമ്പൈൻ ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലൻസി. അപ്പം എന്തൊക്കെ പറഞ്ഞു? വാട്ട് ഇസ് വാലൻസ് ഷെൽ, വാട്ട് ഇസ് വാലൻസ് ഇലക്ട്രോൺ, വാട്ട് ഇസ് വാലൻസി. An atom which is having 8 electrons in the outermost shell is said to possess an octet. An atom tries to achieve a maximum of 8 electrons. അങ്ങനെയാണ് ഇവർ കെമിക്കൽ റിയാക്ഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കാൻ. Atom tries to achieve an octet in its outermost shell either by sharing or by giving or by accepting. അതായത് ഒരു ആറ്റം അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐദർ ഇറ്റ് അത് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുക. അത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പറയാം എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പോൾ വാലൻസ് പറയാൻ പോകുന്ന ആളാണ് സോഡിയം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇനി ഞാൻ 1, 2 അങ്ങനെ KLM എന്നൊന്നും എഴുതത്തില്ലേ. നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ്. അപ്പം 8 വന്നു, റിമൈനിങ് എത്രയുണ്ട്? 1. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺ അല്ലേ? വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം കൺഫ്യൂഷൻ ഉള്ളവർക്ക്. KLMN, K can accommodate 2, L 8, M 18, N 32. അപ്പോൾ ഔട്ടർ മോസ്റ്റ്ലി ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1. അപ്പോൾ ഈ സോഡിയം വിചാരിക്കുക, ഈ ഒരു 1 ഇലക്ട്രോണ് പോയാൽ എൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഒക്ടറ്റ് റൂൾ പ്രകാരം ഇറ്റ് വിൽ ഗെറ്റ് എൻ 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. അപ്പോൾ ഇതെപ്പോഴും ഈ സോഡിയത്തിലുള്ള ടെൻഡൻസി എന്തായിരിക്കും എന്നറിയോ? ആരെങ്കിലും ഈ 1 ഒന്ന് കൊണ്ടുപോയാൽ മതി. ദാറ്റ് ഇസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ലൂസ് ദിസ് ഇലക്ട്രോൺ. ഈ ഒരു 1 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനായിരിക്കും സോഡിയത്തിനുള്ള ടെൻഡൻസി.
ആരെങ്കിലും ഈ 1നെ റെഡി ആയിട്ട് വാങ്ങാനുണ്ടെങ്കിൽ സോഡിയം അപ്പം കൊടുത്തേക്കും. മനസ്സിലായോ? ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു തരാം. മെഗ്നീഷ്യത്തിന്റെ കയ്യിൽ 12 ഇലക്ട്രോൺസ് ഉണ്ട്. അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പം 2, 8, 10 കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് 2 ഉള്ളത് അതിതാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഉണ്ട്. അപ്പോഴും ഇയാൾക്ക് എന്താ തോന്നുക? അയ്യോ, ഈ 2 ഒന്ന് പുറത്തേക്ക് പോയാൽ, അതായത് ഇഫ് ഐ ലൂസ് ദിസ് 2 ഇലക്ട്രോൺ ഐ വിൽ ബി സ്റ്റേബിൾ, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഹാവിങ് ആൻ octet, 8 electrons in the outermost shell. So it also has a tendency to lose the electron. കാരണം രണ്ടെണ്ണത്തിന് ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പം, കാരണം ചെറിയ 2 ആൾക്കാരില്ല, അവർ രണ്ടാളെയും ഒഴിവായി ആരെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ it will have a configuration, it will have an electron in the 8 in the outermost shell. കാര്യം മനസ്സിലായില്ല? അപ്പോൾ ഇത് ആരെങ്കിലും കാത്തുക ചെയ്യുക, ആരെങ്കിലും ഈ 2നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈ സോഡിയം കാത്തുക്കും, ആരെങ്കിലും ഈ 1നെ കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പം നമുക്ക് പറയാം സോഡിയത്തിൻ്റെ വാലൻസി കമ്പൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1ഉം മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി അതായത് കമ്പൈനിങ് കപ്പാസിറ്റി എത്രയാണ്? അപ്പം 2. ഇപ്പം മനസ്സിലായി എന്താ വാലൻസി എന്താ കമ്പൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ ഇതിന് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എന്തുകൊണ്ടാണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ആക്കണം എന്നൊരു ടെൻഡൻസി വരികയാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ലൂസ് ദ ഇലക്ട്രോൺ. അതായത് ഇതിൻ്റെ കമ്പൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടു ലൂസ് ദ ഇലക്ട്രോൺ. അതാണ് ഇതിൻ്റെ വാലൻസി. ദ വാലൻസി ഓഫ് സോഡിയം ഇസ് 1, ദ വാലൻസി ഓഫ് മെഗ്നീഷ്യം ഇസ് 2. വേറെ 1-2 എക്സാമ്പിളൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. അടുത്ത ആളായ ക്ലോറിൻ ഒന്ന് നോക്കി. ക്ലോറിനിൽ 17 ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പോൾ 2, 8 കഴിഞ്ഞാൽ 10 ആയേ. പിന്നെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7. 7 തേർഡ് ഷെല്ലിലേക്ക് പോയി. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെ 7 ഇലക്ട്രോൺ ഉണ്ട്. ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, സോ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺസ് കൂടെ വേണം? 1 more ഇലക്ട്രോൺ. ഈ 1 more ഇലക്ട്രോൺ കിട്ടിയാൽ അതിന് ഔട്ടർമോസ്റ്റ് ഷെൽ 8 ഇലക്ട്രോൺസ് ആയല്ലോ. So chlorine has a tendency to accept 1 electron. So the valency or the combining capacity of chlorine is 1. മനസ്സിലായോ? ഒരു എക്സാമ്പിളൂടെ കാണിച്ചാൽ മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് ഇസ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 7. കണ്ടല്ലോ, 2 and 7. അപ്പോൾ ഇതിന് എന്തുള്ള ടെൻഡൻസി? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് 1 more ഇലക്ട്രോൺ. ആ 1 more ഇലക്ട്രോണും കൂടെ ആക്സെപ്റ്റ് ചെയ്താൽ ഹൗ മച്ച് ദ ഇലക്ട്രോൺ വിൽ ബി ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ? 8 ഇലക്ട്രോൺ. സോ ദ വാലൻസി ഓഫ് ഫ്ലൂറിൻ ഇസ് 1. മനസ്സിലായോ? ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ള. എന്തൊക്കെ പറഞ്ഞു? എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. പിന്നെ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് സർട്ടൻ റൂൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഡിഫറെൻറ്റ് പറഞ്ഞു. അതിന് കുറച്ച് റൂൾസ് ഒക്കെ പറഞ്ഞത്. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് a shell can accommodate is given by a formula 2n² എന്ന് പറഞ്ഞു. പിന്നെ the outermost shell of an atom can accommodate a maximum of 8 electrons എന്ന് പറഞ്ഞു. പിന്നെ filling of the electron take place from the inner shell to outer shell ഇത് പറഞ്ഞു. ഇതിനെ റിലേറ്റ് ചെയ്ത എക്സാമ്പിൾസ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് വാലൻസി, എന്താണ് വാലൻസ് ഷെൽ, എന്താണ് വാലൻസ് ഇലക്ട്രോൺസ്. The shell which is present at the outside of an atom is known as valence shell. The electrons present in the valence shell or in the outermost shell is called the valence electron, or the combining capacity of an atom is called valency. ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഓരോ എലിമെൻസിൻ്റെ വാലൻസി എന്താ. കംപ്ലീറ്റ്ലി ഫിൽഡ്, അതായത് outermost shell കംപ്ലീറ്റ്ലി 8 ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിന് ഹാസ് എ ലെസ് ടെൻഡൻസി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഈസിയാണ് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ പഠിക്കാൻ. അപ്പം നമ്മൾ ഇനി ബാക്കി അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായി ശ്രദ്ധിച്ച് പഠിച്ചേക്കുക. ഓക്കെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നമ്മൾ ഇതേപോലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ നമ്മളിതുപോലെ ചെയ്യും, കുട്ടി കുട്ടി വീഡിയോസ് ആയിട്ട്. കാരണം കുറേ കാര്യങ്ങളുണ്ട്. ആ കൺസെപ്റ്റ് കിട്ടിയാലേ നമുക്ക് ഹയർ ക്ലാസ്സിൽ
ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു വീഡിയോ കൂടെ ചെയ്യും, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ ഹയർ ക്ലാസ്സസ്. അപ്പം അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ബേസ് കിട്ടാതെ നമ്മൾ പെട്ടെന്ന് ഹയർ ക്ലാസ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താഴെ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കണും ഉണ്ടാവും. ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ക്ലാസ്സസും വീഡിയോസും നിങ്ങൾക്ക് വേഗം അറിയാൻ പറ്റും. കാരണം ഡെയിലി ബേസിക്സ് ഇടുന്നുണ്ട്, ഗ്രേഡ് 10 ടോപ്പിക് ഇടുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ഗ്രേഡ് 9th 11th ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അവിടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് ടോപ്പിക്സ് വരുമ്പോൾ മനസ്സിലാവുള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്. Thank you.